നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ചെറിയ വീഡിയോ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നാം എല്ലാവരും എപ്പോഴും കർത്താവിനോട് കൂടെ ആയിരിക്കുന്നത് എപ്പോഴാണ് എന്ന വിഷയത്തെക്കുറിച്ചാണ്. നാം എല്ലാവരും എപ്പോഴും കർത്താവിനോട് കൂടെ ആയിരിക്കുന്നത് എപ്പോഴാണ്? ഇതിൻ്റെ വിശദീകരണം നൽകുന്നത് 1 തെസ്സലോനിക്ക 4-ാം അധ്യായത്തിലെ 16-ാമത്തെ തിരുവചനമാണ്. തിരുവചനം ഇങ്ങനെയാണ് പറയുന്നത്: എന്തെന്നാൽ അധികാരപൂർണമായ ആജ്ഞാവചനം കേൾക്കുകയും പ്രധാന ദൂതൻ്റെ ശബ്ദം ഉയരുകയും ദൈവത്തിൻ്റെ കാഹളധ്വനി മുഴങ്ങുകയും ചെയ്യുമ്പോൾ കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരണമടഞ്ഞവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായി നമ്മിൽ അവശേഷിക്കുന്നവർ ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കുവാനായി അവരോടൊപ്പം മേഘങ്ങളിൽ സംവഹിക്കപ്പെടും. അങ്ങനെ നാം എല്ലാവരും എപ്പോഴും കർത്താവിനോട് കൂടെ ആയിരിക്കുകയും ചെയ്യും. ഇതൊക്കെയാണ് തിരുവചനങ്ങൾ.